ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് എന്നത്തെയും പോലെ ഇന്നും കുറച്ച് പേപ്പർ കൊണ്ടുള്ള വർക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പേപ്പറാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. അത് കളർ പേപ്പർ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന വൈറ്റ് പേപ്പർ, അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണും. അപ്പം അത് നമുക്ക് കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട്, അത് നമുക്ക് അളവൊന്നുമില്ല, പൂവിൻ്റെ അളവ് വലിപ്പം അനുസരിച്ച് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന റൗണ്ട് ഷേപ്പിൻ്റെ അളവ് കൂട്ടുക. അപ്പം ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ആയിരിക്കും. ഞാൻ കൃത്യമായിട്ട് കണക്ക് നോക്കിയില്ല. ഞാനൊരു അളവ് വെച്ച് എനിക്കിഷ്ടമുള്ളൊരളവാണ് കൊടുത്തത്. അപ്പം അതിന് ശേഷം നമ്മൾ എത്ര ആണോ നമ്മളുടെ, ഞാനിവിടെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് ഇതേപോലെ പൂവിൻ്റെ ഇതള് പോലെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുക്കുന്നില്ല, ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ 2-3 ഫുള്ളായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഓരോ ഇതള് വെച്ച് കട്ട് ചെയ്ത് അത് ഇച്ചിരി ഒന്ന് ചുരുക്കി, അതായത് അത് തമ്മിൽ വെട്ടിയ ഭാഗം വെച്ച് ഒട്ടിച്ചു അതിന് ശേഷം ഈ പൂവെല്ലാം നമുക്ക് ഒരുമിച്ച് ഒന്നിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ പറയുന്ന ഏതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസാണ് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റിലിടാൻ മറക്കരുത്. അപ്പം നമ്മുടെ പൂ റെഡിയായി. പിന്നെ നമുക്ക് ഇലയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. 1-2 പൂവൊക്കെ നമ്മുടെ ഫ്ലവർ വേസിൽ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം എല്ലാവരും